സമകാലിക സെഷനിൽ ആദരണീയനായ റഷീദ് മാസ്റ്റർ നമ്മളോടൊപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുകയാണ്. അസ്സാം വലൈക്കും. നേരത്തെ തന്നെ പോകുന്നു. നേരത്തെ പോകുന്നു, കാരണം ഒരു കാര്യം പറയുമ്പോൾ അതിനനുസരിച്ച് എത്തണമല്ലോ. അതെ അതെ. റഷീദ് മാഷ ഏറ്റവും വലിയ പ്രത്യേകത അതെയാണ്, ടൈമാണല്ലേ. മൂപ്പര് കഴിഞ്ഞ ദിവസം മൂപ്പര് മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറിയാണ് കഴിഞ്ഞ മൂന്ന് ടേമായിട്ട് അല്ലേ, മൂന്ന് ടേമായിട്ട്. അപ്പോൾ യുവാക്കളുടെ യൂത്തിൻ്റെ ഒരു കുടുംബ സംഘമുണ്ടായിരുന്നു അവിടെ മമ്പാട്. അപ്പോൾ ഞാൻ അറിഞ്ഞത് അവിടെ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ മൂപ്പരാണ് ആദ്യം ചാടിയത്. പുതിയ നമ്മൾ ഒരു സംഘടനാ രംഗത്ത് നമുക്ക് ഏറ്റവും ഉള്ളൊരു സന്തോഷം പൊതുവെ ഇത്തരമൊരു ആത്മബന്ധമാണ് നമ്മുടെ ഓരോ ഘടകങ്ങൾ തമ്മിലും ഘടകങ്ങളിൽ ഓരോ വ്യക്തികൾ തമ്മിലുള്ളത്. പ്രായഭേദമന്യേ ആ ഒരു ബോണ്ടിങ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതെ, അതാണ് അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ. അതാണ് നമ്മുടെ മുന്നേറ്റങ്ങളുടെ വേഗതയുടെയൊക്കെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഏതായാലും മാഷേ, ഒന്ന് നിങ്ങളെ വ്യക്തിപരമായി പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ഞാൻ പേര് റഷീദ്, മാഷായിരുന്നു. പിന്നെ പുള്ളി ഗവൺമെൻറ് UP സ്കൂളിൽ അവിടെ നിന്നാണ് റിട്ടയർഡ് ചെയ്തത്. 2015 അവിടെ വെച്ച് റിട്ടയർഡ് ചെയ്തു. പല സ്കൂളുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിക്കുന്ന കാലത്ത് 1985 ഞാൻ ഫൈനൽ കഴിഞ്ഞത്. ആ വർഷം തന്നെ. അന്ന് എനിക്ക് എത്ര വയസ്സറിയാമെങ്കിൽ? അന്ന് എനിക്ക് 2 വയസ്സ്. ഓക്കെ. ഞാൻ 77 SLC കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ എടവണ്ണ ഹൈസ്കൂൾ വെച്ചിട്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ആ കാലത്തൊക്കെ തന്നെ ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കച്ചവടത്തിലൊക്കെ കൂടി കൊടുക്കുന്ന ഉണ്ടായിരുന്നു. കടയിൽ സാധനം പൊതിഞ്ഞു കൊടുത്താൽ അതിന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ അല്ലേ. അങ്ങനെ വീട് കാരപ്പുറത്താണ്, പക്ഷേ എടവണ്ണയാണ് ജനിച്ചു വളർന്നത്. എടവണ്ണ മുണ്ടേങ്ങരയിൽ. അപ്പോൾ LP സ്കൂളൊക്കെ പിന്നെ മുണ്ടേങ്ങരയായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ എടവണ്ണയായിരുന്നു. പിന്നെ ഞങ്ങൾ കാരപ്പുറത്ത് പോയതിന് ശേഷം പിന്നെ ഓർഫനേജിൽ നിന്നിട്ടാണ് പിന്നെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എടവണ്ണ ഓർഫനേജിൽ 10ാം ക്ലാസ്സിൽ മാത്രം ഓർഫനേജായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞില്ലേ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ഞങ്ങൾ ഉപ്പാക്ക് പിന്നെ 7 ആൺകുട്ടികളും 2 പെൺകുട്ടികളും 9 മക്കളുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ ഈ ചെറിയ കുട്ടികൾ അന്ന് കഷ്ടപ്പാടിൻ്റെ കാലമാണല്ലോ. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനൊരു വകുപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. വിട്ട് കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിട്ട് കടയിലേക്ക് കയറും. അവിടെ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് 10-10:30 വരെ കടയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ട് രാവിലെ എണീറ്റ് വീണ്ടും സ്കൂളിൽ പോകുന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ ഇത് തുടർന്ന് പോകുന്നൊരു വേറെ മറ്റു കാര്യങ്ങൾക്കൊന്നും അന്ന് സമയം കിട്ടിയിരുന്നില്ല. കളി ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ പീരീഡുകളിൽ കിട്ടുന്ന കളി അന്ന് ഗോളിയൊക്കെ ആയിരുന്നു. ഗോളിലൊക്കെ നല്ല താല്പര്യമാണ്. പിന്നെ നമുക്കതിന് കൂടുതൽ സമയം കിട്ടിയില്ല. ഈ ഒഴിവ് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടയിൽ വരേണ്ടി വരും. അങ്ങനത്തെ 8-9 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പൊക്കെ നല്ല കളിയായിരുന്നു ഫുട്ബോളിലൊക്കെ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ പാട്ടിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ടുപാടി സ്കൂളിലെ പിന്നെ സർഗോത്സവം എന്നാണ് പറയുന്നത്. അതല്ല, യുവജനോത്സവങ്ങളിൽ സ്കൂളിൽ 1ോ 2ോ ആയിട്ട് അങ്ങനെ ജില്ലാ തലങ്ങളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കണമല്ലോ. അല്ല, ഇപ്പോൾ പാട്ടിന് പറ്റിയൊരു സാഹചര്യം അല്ല എനിക്കുള്ളത്. കാരണം അന്ന് പാട്ട് പാടാനുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തും പിന്നെ ഓരോ വിഷയത്തിനനുസരിച്ച് പാട്ടുകൾ രചിക്കുകയും പാടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അത് ഞാൻ സ്കൂളിൽ കയറിയോടുകൂടി പിന്നെ സംഘടനാ രംഗത്ത് വന്നതോടുകൂടി ആ ഫീൽഡ് വിട്ടു. ഓക്കെ. അപ്പോൾ ഈ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് പൊതുവെ പഠനമൊന്നും വിദ്യാഭ്യാസമൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടാത്തൊരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിന്നെ ആരംഭം മുതൽ തന്നെ ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നിലമ്പൂർ ഏരിയ ഒന്നായിട്ടൊരു മണ്ഡലമായിരുന്നു. സ്റ്റുഡൻസിൻ്റെ കാലത്ത് MSMൽ നിലമ്പൂർ ഏരിയൻ്റെ പിന്നെ പ്രസിഡൻ്റായിട്ട് ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. MSMൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ പ്രബോധന രംഗത്തുണ്ട്. പിന്നെ കോളേജ് പഠിക്കുന്ന കാലത്ത് പിന്നെ വിദ്യാഭ്യാസ ഇതിനെ സ്റ്റുഡൻസിൻ്റെ ഇതിൽ ഈ MSMൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂത്തിൻ്റെ സമയത്ത് ഇപ്പോൾ അബൂബക്കർക്കാരക്കുന്ന് പ്രസിഡൻ്റാണ് സമയത്ത് ഞാൻ സംസ്ഥാന കൗൺസിലറാണ്, നാട്ടിൽ നിന്നിലെ സംസ്ഥാന കൗൺസിലറാണ്. പിന്നെ അതിന് ശേഷം ഞാൻ മണ്ഡലം KNMൻ്റെ സെക്രട്ടറി ആയിട്ട് കുറേ കാലം ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ അധ്യാപകനായിട്ട് നിൽക്കുന്ന സമയത്ത് കാരപ്പുറം മൂത്തേട് മണ്ഡലം. കാരപ്പുറം ശാഖയാണല്ലോ അല്ലേ? കാരപ്പുറം ശാഖയാണ്. അത് നേരത്തെ അങ്ങനെ തന്നെയാണ്.
ഓക്കെ. ഈ പഠനം മദീനത്തുൽ-ഉലൂമിലാണ്? അതെ, മദീനത്തുൽ-ഉലൂമില. ആ കാലമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ? ആ കാലത്ത് പിന്നെ കോളേജിൻ്റെ നല്ല കാര്യങ്ങളിലൊക്കെ ഒരു അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഉസ്താദുമാർ അന്നത്തെ ഉസ്താദുമാരായിട്ട് ഇപ്പം നമ്മൾ അവസാനമായിട്ട് നമ്മളടുത്ത് നിന്ന് വിട്ടുപിരിഞ്ഞ് പോയതാണ് CP സയ്യിദ് അലി മദനി. നമ്മൾ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് പോയി കണ്ടിട്ടുണ്ട്, ഒരാഴ്ച മുമ്പ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് PN അവിടുത്തെ പിന്നെ സ്റ്റുഡൻ്റായിരിക്കുന്ന സമയത്ത് താഴെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നുണ്ട്. സമകാലികരാണ്. പിന്നെ പറപ്പൂർ ഉസ്താദ്, അദ്ദേഹം അവിടുത്തെ പിന്നെ കോളേജിലായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത്. ഉസ്താദായിരുന്നില്ല, അവിടെ സ്കൂളിൽ അപ്പുറത്തെ സ്കൂളിൽ അധ്യാപകനായിരുന്നു. പിന്നെ ഒരു സുഖം കിട്ടിയെന്നുള്ളത്, ഞാൻ അധ്യാപകനായി ജോലി ചെയ്ത് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഹൈസ്കൂളിലേക്ക് കയറുന്നതിലൊരു ആഗ്രഹത്തോടു കൂടി LTTക്ക് ചേർന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിൽ. അന്ന് പറപ്പൂരായിരുന്നു നമ്മളെ പിന്നെ ഇൻസ്ട്രക്ടർ ആയിട്ടുണ്ടായിരുന്നു. ഗുരുനാഥനാണ്. മാത്രമല്ല എനിക്ക് പിന്നെ എഴുത്തിൻ്റെ ആ രംഗത്ത് നന്നായിട്ട് വികസിക്കാൻ അതിന് ശേഷം ഒരു കാരണം കൊണ്ട് പുരസ്താന്റെ മുന്നിലൂടെ പോയ ആളുകൾ പിന്നെ എഴുത്തിന്റെ രംഗത്ത് വികസിക്കാതിരിക്കൂല. നമുക്കൊക്കെ ഒരു നഷ്ടമായിട്ട് തോന്നുന്ന കാര്യം അതാണ്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ അവരുടെ പിന്നെ പറപ്പുരസ്താദിൻ്റെ ശിഷ്യയാണ്. അവരത് പലപ്പോഴും നമ്മളോട് ഇങ്ങനെ പറയും. അവർ എൻ്റെ എഴുത്ത് നോക്കി അവരുടെ എഴുത്ത് ഭയങ്കര മനോഹരമാണ്. അപ്പം അത് ഇതൊക്കെ പറപ്പുരസ്താദ് തന്നതാണ് അറിയും സാധാരണ ഞങ്ങളെ തമ്മിലുള്ള ഒരു നോർമൽ സംസാരത്തിൽ. അപ്പോൾ ഈ പഠനകാലം പറഞ്ഞു. പഠനകാലത്ത് പിന്നെ കോളേജ് പഠിക്കുന്ന കാലത്ത് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കൃഷിയിൽ കുറച്ചൊരു കഴിവുണ്ടായിരുന്നു. അന്ന് കൂടം വെട്ടുക, ഈ കപ്പ കൂടം വെട്ടുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക. പിന്നെ പാട്ടത്തിന് സ്ഥലമെടുത്തിട്ട് അമ്മാവൻ്റെ സ്ഥലത്ത് തന്നെ കപ്പ കൃഷി ചെയ്യുക, അതുപോലെ പിന്നെ വാഴക്കൃഷി ചെയ്യുക. അതിപ്പോ ഇന്നിപ്പോ ഇതൊക്കെ ഒരു പിന്നെ ഹോബിയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. അന്നതൊരു സാമ്പത്തിക പ്രാരാബ്ദം കൊണ്ടാണോ അതല്ല അതൊരു ഒരു ഒരു പാഷൻ, ഒരു ഹോബി അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്നുള്ള നിൽക്കാണോ? അല്ല, പിന്നെ അന്ന് സാമ്പത്തിക പ്രയാസം കൊണ്ട് തന്നെയാണ്. കാരണം എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണമല്ലോ, പഠിക്കണമെങ്കിലും പോകാനും ഒക്കെ അല്ലേ. വീട്ടിൽ നിന്ന് കിട്ടുന്നത് മതിയാവില്ല. കുറഞ്ഞ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പ്രാരാബ്ദമുള്ള കുടുംബമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാലും ജ്യേഷ്ഠനും ബാപ്പിയും പിന്നെ അമ്മാവന്മാരൊക്കെ നല്ലോണം സഹായിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ പിന്നെ പിന്നെ നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ, കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. പഠിക്കുന്ന സമയത്ത് കോളേജ് വിട്ട് വരുന്ന സമയം നോക്കിയിരിക്കുകയാണ് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. അപ്പോൾ നമ്മളതിന് റെഡിയായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ജോലി ചെയ്യുന്ന ഒരു കഴിവ് അത് ഏറെ കാലം എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വീട്ടിലെ വിറകൊക്കെ കീറാറുണ്ട്. കീറാനൊക്കെ കഴിവുണ്ട്. കുറച്ച് പ്രായമായ ആൾക്കാരെ മൊത്തത്തിൽ ഈ രീതിയിലാണ്. ഇപ്പൊ ഋഷിമാഷ് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉപ്പൻ്റെ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്. അപ്പം അവരൊക്കെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു 70-80 സെന്റോളം വെണ്ടക്ക കൃഷി, ദിവസേന ആ വെണ്ടക്ക പറിച്ചിട്ട് അത് ഇങ്ങനെ ഉപ്പ ചെറിയ പ്രായത്തിൽ ഉപ്പാൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അമ്മമാരോടാണ് നിൽക്കുന്നത്. അത് പറിച്ചിട്ടാണ് ചെളവറ സ്കൂൾ എന്ന് പറയും. ഒരു ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ ഒരു പാടത്തിലൂടെയും മറ്റുമൊക്കെ അങ്ങനെ നടന്നു പോയിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. എന്തായാലും ഇപ്പോഴും പറയും, മുപ്പര് ഏത് പനി വന്നാലും എന്ത് ജലദോഷം വന്നാലും ഇതേപോലെ വിറക് കീറുന്നതിനോ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു പ്രായത്തിലുള്ള എൻ്റെ ഉപ്പയും ഒരു 2012 അദ്ദേഹത്തിന് വലിയൊരു അസുഖം വരുന്നത് വരെ വാപ്പ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതിന്റെ ശേഷവും ഇല്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഡോഗൊക്കെ ഒരു ഷിൻകോണിന്റെ ലൈവിൽ ഉണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറയാൻ വിചാരിച്ചത്രേ ഉള്ളൂ, അന്ന് കഴിച്ച ഫുഡിന്റെ ഒരു ഗുണമുണ്ട്. ഈ രാസവളം ഇടാത്ത ഫുഡ് കഴിച്ചതിന്റെ ഒരു ഗുണം ഈ തലമുറക്കൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണം. പക്ഷേ എനിക്ക് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം ഇല്ലാത്ത ഒരു സാഹചര്യം കുറേ ഉണ്ടായിരുന്നു. പട്ടിണിക്കാലങ്ങൾ നല്ല ഉണ്ടായിരുന്നു. അന്ന് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാൽ മതി. നമ്മളെ കാരപ്പുറത്തെ പിന്നെ മില്ലാണല്ലോ പള്ളിയായിട്ടും മദ്രസയായിട്ടൊക്കെ വന്നത്. ആ മില്ലിന് അടുത്തൊരു നല്ല കിണറുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാ കിണർ. ആ കിണറിലെ വെള്ളം രാത്രി കോളേജ് വിട്ട് വന്നിട്ട് ഇടക്കരന്ന് കാരപ്പുറം വരെ നടക്കണം. കുറച്ച് പിന്നെ 7 കിലോമീറ്റർ നടക്കാണ്ടല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അവിടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആ കിണറ്റിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം വയറ് നിറച്ച് വെള്ളം കുടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങും, പള്ളിയിൽ കിടന്നുറങ്ങും. പട്ടിണി അല്ലേ? പട്ടിണി നമുക്കൊന്നും അറിയാത്ത അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പിന്നെ പട്ടിണിയാണ് എങ്കിലും ശരി, മറ്റുള്ളവർ അറിയുന്ന രൂപത്തിലുള്ളത്. നമുക്ക് വിശന്നാൽ അപ്പം വെള്ളം കുടിച്ചാൽ മതി. വെള്ളം വയറ് നിറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഇപ്പോൾ അന്നത്തെ ഒരു കാലമൊക്കെ പറഞ്ഞിട്ട്
മോശമാക്കണം. ഏതായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുപ്പകാലത്തൊക്കെ, കാരണം അത്ര പ്രാരാബ്ധമുള്ള കുടുംബത്തിലായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ആൺകുട്ടികളും ഒക്കെ ഉള്ളതൊക്കെ ആയതുകൊണ്ടേ, പിന്നെ ഈ കാരപ്പുറത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് കൃഷി ചെയ്യാനും ഒക്കെ, പിന്നെ ജ്യേഷ്ഠന്മാർ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. ജ്യേഷ്ഠന്മാർക്കൊന്നും പഠിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. പിന്നെ എന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ പഠിക്കാൻ പോകുന്നതിൽ താല്പര്യം അവർക്കൊക്കെ നല്ല ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരെ പണിക്കിറങ്ങാൻ പറയുക ചെയ്യുക. സാധാരണ അന്നത്തെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടാകുമ്പോൾ 10 റുപ്യ കൊണ്ടുവരാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ വേഗം പണിക്ക് പോട്ടെ എന്നാ തീരുമാനിക്കുക. ഇന്നടക്കം ചില ഏരിയകളിൽ, ചില നാടുകളിൽ, നമ്മൾ കേരളത്തിൽ തന്നെ പലയിടത്തും അങ്ങനെ ഉണ്ട്. 10 കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് എന്തിനാ പോണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സ് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടാണ് ജോലിക്ക് കയറിക്കള എന്നുള്ള ചിന്താഗതി മുമ്പ് കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ അധ്യാപകൻ എന്നുള്ള നിലക്ക് ദീർഘമായ കാലം സർവീസിലുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സർവീസ് അനുഭവങ്ങൾ അല്ലെങ്കിൽ വർക്ക് ചെയ്ത സ്കൂളുകൾ, അതിൻ്റെ അനുബന്ധങ്ങൾ ഒന്ന് പറയാമോ? അധ്യാപകൻ എന്നുള്ള നിലക്ക് കുട്ടികളെ പഠിക്കുന്ന നമ്മളെ പീരീഡ് കറക്റ്റായിട്ട്, വിഷയം കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ സംശയങ്ങളുടെ തീർത്തു കൊടുക്കുക, അത്തരം കാര്യത്തിൽ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്റ്റാഫിൻ്റെ അടുത്തും അതിൻ്റെ പിന്നെ ഹെഡ് മാസ്റ്ററുടെ അടുത്തും നിന്നൊക്കെ നല്ല സപ്പോർട്ടുകൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അവസാനമായിട്ട് പഠിപ്പിച്ചിരുന്നത്, ഞാൻ വയനാട് ജില്ലയിലായിരുന്നു കൂടുതൽ വർക്ക് ചെയ്തത്. അപ്പോൾ വയനാട് ജില്ലയിൽ പഠിപ്പിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള കുട്ടികളായിരിക്കും. ക്ലാസ്സിലൊക്കെ 52 കുട്ടികളൊക്കെ ഓരോ ക്ലാസ്സിലുണ്ടാകുമ്പോൾ കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കാനും കാര്യമൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ആ സ്റ്റാർട്ടിങ് സമയമാണല്ലോ, കൂടുതൽ എക്സ്പീരിയൻസും എനിക്ക് അങ്ങനെ വന്നിട്ടുമില്ല. പിന്നെ എക്സ്പീരിയൻസ് കിട്ടിയത് എനിക്ക് മലപ്പുറം ജില്ലയിൽ വന്നതിന് ശേഷം എടരിക്കോട് സ്കൂളിലാണ് ഞാൻ ആദ്യം കയറിയത്. അപ്പോൾ എടരിക്കോട് സ്കൂളിൽ ഒരു 7 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോസ്റ്റ്, പിന്നെ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് എൻ്റെ പോസ്റ്റ് നഷ്ടപ്പെട്ട് ഞാൻ പിന്നെ തിരൂർ സ്കൂളിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു 1 വർഷം. പക്ഷെ അവർ എന്നെ സങ്കടത്തോടു കൂടിയാണ് ആ തിരൂർ സ്കൂളിൽ കൊണ്ടാക്കിയതും. പിന്നത്തെ വർഷം എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അവിടുന്ന് നേരെ എടരിക്കോട് സ്കൂളിൽ തന്നെ വീണ്ടും പിന്നത്തെ വർഷം കൊണ്ടുവന്നു. പിന്നെ അവിടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് PhD കിട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയ്മെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാലത്ത് എംപ്ലോയ്മെൻറ്റ് സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ വയറിങ്ങിനും പിന്നെ പ്ലംബിങ്ങിനും ഉള്ള പണിക്കൊന്ന് ശ്രമം നടത്തി. ഒരു 5-6 മാസം ഞാൻ ആ രംഗത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് PhD കിട്ടി. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീൽഡും കൂടി സാധിച്ചു. അത് പുള്ളി ഗവൺമെൻറ് സ്കൂളിൽ തന്നെ അവസാനം ഞാൻ വർക്ക് ചെയ്ത് 7 വർഷം. സ്കൂളിൻ്റെ പേര് പുള്ളിയിൽ ഗവൺമെൻറ് UP സ്കൂൾ. അത് മലപ്പുറം ജില്ലയിൽ പിന്നെ കരളായി അടുത്ത സ്ഥലം. അവിടെ നിന്നാണ് ഞാൻ റിട്ടയർഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആദ്യത്തെ ഒരു വർഷം ഞാൻ ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് അറിയാതെ നമ്മളെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുമല്ലോ. അപ്പോൾ ഒരു പിന്നെ പൈപ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പ്ലംബറെ വിളിക്കണം, അയാൾ വരുന്നത് വരെ ആ ലോക്ക് ചെയ്തിടണം. ഇത്തരം പ്രയാസങ്ങൾ ഞാൻ കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ യൂണിസെഫിൻ്റെ പിന്നെ കൈക്കോട്ടും പിന്നെ കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വണ്ടി എടുത്ത് കരലായി പോയിട്ട് ആക്സോ ബ്ലേഡും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് പെട്ടെന്ന് പൊട്ടിയ ഭാഗം കൊത്തിക്കളച്ച് അതിന് പിന്നെ പീസ് കൊടുത്തിട്ട് അത് സോൾവെൻ്റ് ഇട്ടിട്ട് പൊട്ടിച്ച് അത് വർക്ക് ചെയ്യിച്ചു. അത് അവിടുത്തെ മാഷന്മാർക്കൊരു വലിയ പുതുമയായിരുന്നു. അതെ, പൊതുവെ നമ്മളൊരു അറബിക് കോളേജിൻ്റെ പശ്ചാത്തലത്തിലൂടെ പോകുമ്പോൾ കിട്ടുന്ന കുറേ ഒരു അഡ്വാൻറ്റേജുകളാണ് ഇത്. ഈ സർവീസ് കാലം കഴിഞ്ഞ് നമ്മൾ പിന്നീട് സർവീസ് കാലത്തെക്കാളും തിരക്കിലേക്കാണ് പോയത്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കിട്ടി. പിന്നെ സർവീസ് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ പരമാവധി സമയം ഉണ്ടാക്കി പോകാറുണ്ട്. ഇപ്പോൾ 3 ദിവസം മുമ്പ് പുള്ളി സ്കൂളിൽ നിന്നും പിരിഞ്ഞ കുറേ അധ്യാപകർ, ഞങ്ങൾ 10 ഇപ്പം നിലവിലുള്ള അധ്യാപകരും ഞങ്ങൾ കൂടി ഒരു സംഘം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ 1 മാസം അവിടെ നിന്ന് നാട്ടിലേക്ക് മാറിപ്പോവാണ്. അപ്പം വിറ്റ് പോവാണ്. അപ്പോൾ അയാളെ ഒന്ന് അയാൾക്കൊരു യാത്രയപ്പ് കൊടുക്കുക. അതുപോലെ നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന മാഷക്ക് പിന്നെ പ്രൊമോഷൻ കിട്ടി, ഡയറ്റിലെ പ്രിൻസിപ്പാളായിട്ട് അബു വർഗീസ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അനുമോദനം കൊടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ കൂടിയപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ. പിന്നെ സ്കൂളുണ്ടായ അധ്യാപന രംഗത്തുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പിന്നെ അധ്യാപക സമ്മേളനത്തിന് ചെറിയൊരു സൂചന കൊടുത്തു, സമയമില്ലാത്തതുകൊണ്ട് സൂചന കൊടുത്തു പോയിരുന്നൊരു സംഭവമുണ്ട്. അതെനിക്കൊരു വല്ലാതെ ഫീൽ ചെയ്തൊരു സംഗതിയാണ്. കാരണം സ്കൂളിൽ പല തരത്തിലുള്ള കുട്ടികളും ഉണ്ടാകും. പിന്നെ പക്ഷേ ആ കുട്ടികളൊക്കെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഫീഡ്ബാക്ക് നോക്കി നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുമായിട്ട് നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ അവരൊക്കെ താനെ നന്നായിട്ട് വരും. അപ്പോൾ തീരെ വികൃതിയില്ല, പഠിക്കാൻ കഴിയാത്ത കുറച്ച് നീളം കൂടിയ വലിപ്പം കൂടിയൊരു പ്രായം കൂടിയൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പിന്നെ ക്ലാസ്സിൽ എപ്പോഴും
പ്രശ്നമാണ്. അപ്പോൾ ഒരു ടീച്ചർ ആ ചെക്കൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവൻ എന്നെ എങ്ങനെ മൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ ആ ക്ലാസ്സിൽ പോയി ടീച്ചറിനോട് തന്നെ അവനെ കൂട്ടി കൊണ്ടുവന്നിട്ട് അവന് കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ട് നന്നാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ ആ കുട്ടിക്ക് എന്നോട് അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഓൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടായി. പക്ഷേ ഓന് കൂടുതൽ മുന്നോട്ട് പോകാൻ പഠിക്കാനും അവന് സാധിച്ചില്ല, വേറെ ഫീൽഡിലേക്ക് പോയേക്കാണ്. അപ്പം അതൊരു നല്ലൊരു അനുഭവമായിട്ട് അങ്ങനെ ചില സംഗതികളൊക്കെ ചില കുട്ടികളെ സ്നേഹിക്കുക, കുട്ടികളെ പ്രശ്നം ഉണ്ടെങ്കിലും അടി കൊടുക്കാറുണ്ട്. അന്ന് അടിക്കുന്ന കാലമാണ്, അടി കൊടുക്കാറുണ്ട്. പക്ഷേ അടി കഴിഞ്ഞിട്ട് അവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ ഉപദേശിക്കാറുണ്ട്. അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പെൺകുട്ടികൾ പൊതുവെ വിദ്യാഭ്യാസ രംഗത്തേക്ക് നന്നായി വന്നു തുടങ്ങിയ കാലമാണത് അല്ലേ? ഒരു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എണ്ണെടുത്ത ക്ലാസ്സിൽ തുല്യമായിരിക്കും അതോ? പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങളെ സർവീസ് തുടങ്ങുന്ന കാലത്തെ കാര്യമാണ് ചോദിക്കുന്നത്. അന്ന് കുറച്ച് കുറവായിരുന്നു. പിന്നെ കുട്ടികൾ ഈക്വലായിട്ട് വന്നു, പിന്നെ കൂടുതലായിട്ടുണ്ടാവും, പിന്നെ കൂടുതലാണ്. ഇപ്പം പൊതുവെ ലാസ്റ്റ് ഇപ്പം കുട്ടികൾ കൂടുതലാണ്, കുട്ടികളാണ് കൂടുതൽ. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നിലവിലുള്ള അധ്യാപകർക്കും അതേപോലെ ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ രക്ഷിതാക്കളോടൊക്കെ പറയാൻ തോന്നുന്ന കാര്യങ്ങൾ എന്താണ്? പിന്നെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറിയാൽ കുട്ടികൾക്ക് കൂടുതൽ പിന്നെ കുട്ടികൾ സ്നേഹിക്കുക എന്നില്ല തന്നെയാണ് മെയിനായിട്ടുള്ളത്. കുട്ടികൾ സ്നേഹിച്ച് കുട്ടികളുമായിട്ട് ഇടപഴകിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവർ നന്നാവണം എന്നുള്ളൊരു ഉദ്ദേശം നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഒരു പിന്നെ ഇത് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ പുള്ളി സ്കൂളിൽ നിന്നുള്ള രക്ഷിതാക്കൾക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ട്. അവസാന കാലത്തൊക്കെ നമ്മൾ റിട്ടയർഡാണ് സമയത്ത് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എത്ര ശിഷ്യന്മാരുണ്ടാവും? ഞാൻ 88 മുതൽ തുടങ്ങിയതല്ലേ. അപ്പം പിന്നെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ അധ്യാപകരില്ല എന്നുള്ളൊരു വിഷയം ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം അവിടെ പോയിട്ട് ആൾ വരുന്നത് വരെ നമുക്ക് കഴിയുന്ന സമയത്ത്, അന്ന് സംഘടനാ രംഗത്തുണ്ട്, അപ്പോൾ കഴിയുന്ന സമയത്ത് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡെയിലി വേജ് ഒക്കെ പിന്നീട് വന്നാണ്. ഇതിൽ പിന്നെ ഇപ്പോൾ ഒരു പെൻഷനേഴ്സ് എന്നുള്ള വലിയൊരു സമൂഹം ഉണ്ടല്ലോ, നിങ്ങൾ പെൻഷനറാണ്. അപ്പം ഈ പെൻഷനേഴ്സ് എന്നുള്ള സമൂഹത്തോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? പെൻഷനേഴ്സ് പിന്നെ ഒന്നാമത് അതിനെനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ പെൻഷനേഴ്സിലെ അസോസിയേഷൻ ഉണ്ട്, പക്ഷേ എൻ്റെ മീറ്റിങ്ങിന് പോകാനോ അതിനൊന്നും നമ്മളെ സംഘടനാ രംഗത്ത് സജീവമായതുകൊണ്ട് ഞാൻ അതാണ് ചോദിക്കുന്നത്. അത് പെൻഷനേഴ്സ് 2 തരമുണ്ട്. ഒന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യത്തിന് സമയം കിട്ടാതെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും പ്രബോധന മേഖലയിലും ഒക്കെ നന്നായി ഇടപെടുന്ന, പഠനത്തിലൊക്കെ നന്നായി ഇടപെടുന്ന കുറേ ആളുകളുണ്ട്. ഇഷ്ടംപോലെ ശ്രോതാക്കൾ നമുക്ക് പെൻഷനേഴ്സ് ഉണ്ട്. പെൻഷനേഴ്സായ ശ്രോതാക്കളൊന്ന് സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ശ്രോതാക്കളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത സൗകര്യം. പിന്നെ അപ്പോൾ ഞാൻ പറയണത് പിന്നെ അങ്ങനത്തെ ആളുകളുണ്ട്, എന്നാൽ വീട്ടിലങ്ങനെ ചടഞ്ഞു കൂട്ടുന്ന ആളുകളുണ്ട്. അപ്പം ശരിക്കും നിങ്ങൾ വളരെ ബിസി ഷെഡ്യൂളുള്ള ഒരാളാണ്. നിങ്ങളിവിടെ വരാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം മുതൽ രാവിലെ വരെയും വളരെ ഓടുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വീട്ടിലിരിക്കുന്ന ആളുകളോട് ഓടുന്ന ആളെന്നുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വീട്ടിലിരിക്കുന്ന ആളുകൾ അവിടെ വീട്ടിൽ ചടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. നമ്മളൊരുപാട് കുട്ടികളും രക്ഷിതാക്കളുമായിട്ട് ബന്ധമുള്ള ആളുകളാകുമ്പോൾ അവരുമായിട്ട് എന്തെല്ലാം മാർഗത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുമോ അവിടെ നമ്മൾ ഇടപെടുകയും വേണം. നമുക്ക് കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും വേണം. എന്നാലാണ് നാട്ടിൽ നമുക്ക് പിന്നെ ഒരു അധ്യാപന ജീവിതം കഴിഞ്ഞാൽ അവൻ്റെ അവസാനിക്കുന്നില്ല. അയാൾക്ക് ഫുൾ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കണ്ടറിഞ്ഞ് അതിൻ്റെ കൂടെ പോയി പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഉന്നതിയിലെത്താൻ പറ്റും. നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഈശ്വരവിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകളുണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധ്യാപകനെ നോക്കിയിട്ടാണ് സമൂഹം അയാളെ ജീവിതം എങ്ങനെയുണ്ട്, അയാളെ പിന്നെ ഇടപെടലുകൾ എങ്ങനെയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലപോലെ ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. പരമാവധി കഴിയുന്ന രംഗത്തൊക്കെ തിളങ്ങണം. ഈ ഡയബറ്റിക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അത് ഈ ഡയബറ്റിക് ഇഷ്യൂസ് ഇല്ലാത്തത്, ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ പോലത്തെ കാര്യങ്ങൾ പെൻഷനേഴ്സിനോട് നമുക്ക് പറയാനുള്ളൊരു കാര്യമാണ്. വീട്ടിൽ നമ്മളിങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നാൽ ഒന്ന് നമ്മുടെ ചില ശാരീരികമായ ഒരു
വ്യായാമം പൊതുവെ വ്യായാമം എന്നുള്ളതൊക്കെ ഡോക്ടർ അത്രയും പ്രശ്നമാക്കി പറയുമ്പോൾ മാത്രമേ ചില ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. വീട്ടിലങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. രണ്ട്, നമ്മൾ വീട്ടിൽ വല്ലാതെ അങ്ങനെ ഇരുന്ന് അതും ചെയ്യണ്ട ഇതും ചെയ്യണ്ട മറ്റേതും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും സാമൂഹിക ജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കൊക്കെ ഇറങ്ങാന്നുള്ളത് ഇപ്പോൾ റഷീദ് മാഷോട് ഞാനത് വളരെ ബോധപൂർവ്വം ചോദിച്ചതാണ്. നിങ്ങൾക്ക് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഉണ്ടോ എന്ന് ബോധപൂർവ്വം ചോദിച്ചാണ്. അതിൻ്റെ ഒരു മർമ്മം മാഷിൻ്റെ ഓട്ടം തന്നെയാണ്, ഈ തുടർച്ചയായിട്ട് ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള പോക്കാണ്. ഇപ്പം ശരിക്കും 2020-ലാണോ 2015 റിട്ടയർഡ് ആയിരുന്നു. 15 റിട്ടയർഡായി 17-ലാണോ സംഘടനാ ഉത്തരവാദിത്തത്തിലേക്ക്? അല്ലല്ല, ഞാൻ 2013 മുതൽ. അതല്ല ഞാൻ ചോദിക്കണേ, ജില്ലന്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. ജില്ലന്റെ സെക്രട്ടറി. കാരണം മലപ്പുറം ഈസ്റ്റ് ജില്ല വിഭജിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സെക്രട്ടറിയെ കണ്ടെത്താത്തതുകൊണ്ട് എന്നെ പിടിച്ച് സെക്രട്ടറി ആയപ്പോൾ ഞാൻ അതിന് യോഗ്യനല്ലാന്ന് എനിക്കന്ന് നന്നായിട്ട് അറിയാം. അത് സ്വന്തമായിട്ട് അന്ന് ഓക്കെ. അപ്പോൾ ഏതായാലും പിന്നെ ഈ ഇസ്ലാഹി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നീണ്ട വർഷങ്ങളായി രംഗത്തുണ്ടല്ലോ. അപ്പോൾ പഴയ കാലവും പുതിയ കാലവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ തോന്നുന്നത് എന്താണ്? കുറച്ചുകൂടി നമ്മൾ ലൈവാണോ? ഇപ്പം പിന്നെ ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ രംഗങ്ങളിൽ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആദർശത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പേടിക്കാനില്ലല്ലോ. നമ്മളൊരു ആദർശത്തിലാണ് നിൽക്കുന്നത്. ആ ആദർശം സത്യസന്ധമായ ആദർശമാണ്. അതൊരുപാട് അനുഭവിച്ച ആളുമാണ് ഞാൻ. കാരണം ഞാൻ പിന്നെ ഈ ആദ്യകാലം മുതലേ സംഘടനാ രംഗത്തുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ പിന്നെ എത്രയായിട്ടുണ്ടായിരുന്നു, പിന്നെ യൂത്തിലുണ്ടായിരുന്നു, പിന്നെ KNM മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. പിന്നെ നേരിട്ട് ഇങ്ങനെ വിഷ്ടത്തിലേക്ക് വരുന്നതൊക്കെ വിഷ്ടമായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴും സംഘടനയിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അന്നുണ്ട് കേട്ടോ, അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു രംഗത്ത് വന്നപ്പം മറ്റുള്ളവരെ പോലെ നിശ്ചലമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സമയത്ത്. ഓക്കെ, നമ്മളിതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ മാഷ്ക്ക് പ്രത്യേകിച്ച് ഇനി ഇതിൽ നൽകണം തോന്നുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പം പിന്നെ നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ഉത്തരവാദിത്തങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് മദ്രസ പഠന വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി എന്നുള്ളൊരു ചുമതല കൂടി നമുക്കുണ്ട്. അത് നല്ലൊരു ടീം അതിൻ്റെ ആ രംഗത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് നല്ല സംതൃപ്തനാണ്. പിന്നെ നമ്മളെ പിന്നെ നാസർ ബാലുശ്ശേരി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ് ഇഷ്ടത്തിൻ്റെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം അതുപോലെ തന്നെ നമ്മളെ ഹുസൈൻ കാവനൂർ ചെയർമാനാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ. നല്ലൊരു ടീം. ഇതിലൊരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് അറിയിക്കണമെന്നുണ്ട്. കാരണം ഈ വിദ്യാഭ്യാസ ബോർഡിൽ കരിക്കുലം ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നു ടീം. അതുപോലെ തന്നെ പിന്നെ നമ്മളെ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ് പിന്നെ അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഒരു ടീമുണ്ട്. അത് നടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്പെക്ടേഴ്സ് ടീം, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓരോന്നും ഘട്ടമായിട്ട് നടത്തേണ്ട കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ പ്രകാരം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഉപകാരങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ പെൻഷനേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് ഹുസൈൻ NK വടക്കുംപാടം തലശ്ശേരി, അബ്ദുൽ ഫത്താഹ് രാമേശ്വരം, ഇങ്ങനെ കുറേ ആളുകൾ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ പെൻഷനേഴ്സിനോടൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾ പരമാവധി എൻഗേജ് ചെയ്യുക. നിങ്ങളുടെ സമയം എന്തായാലും നമുക്ക് പടച്ചോൻ തന്നൊരു തൗഫീഖാണ്. ജോലി കഴിയുമ്പോൾ ജോലിയില്ലാത്ത കാലത്തേക്ക് എല്ലാ മാസവും ഒരു തുക കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ജോലിയുള്ള കാലത്തെ തുക വെച്ച് നോക്കുമ്പോൾ അത് ചെറിയ തുകയാണ്, പക്ഷേ എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. അതെന്താന്ന് വെച്ചാൽ ഈ നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ കുറഞ്ഞ പെൻഷൻ വാങ്ങുന്നു. ഞാനിപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 വർഷം വിദേശത്ത് പോയിരുന്നു. 5 വർഷം വിദേശത്ത് പോയി അവിടെ ജോലിയിൽ ഏർപ്പെടാൻ വേണ്ടി അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ശമ്പളത്തിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ജോലിയിൽ പ്രവേശിച്ച ആൾക്ക് വാങ്ങുന്ന പെൻഷൻ്റെ പകുതി എനിക്ക് കിട്ടുന്നുള്ളൂ പെൻഷൻ. അപ്പോൾ ആ പെൻഷൻ തന്നെ എൻ്റെ ഓട്ടത്തിന് മതിയാകുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഒരു രോഗമോ മറ്റോ ആശുപത്രി കേസുകളോ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു വലിയ ഹൈറാണല്ലോ. അപ്പം എല്ലാ പെൻഷനേഴ്സും രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീൽഡുകൾ നമുക്കുണ്ട്. മാനസിക ശാരീരിക ഉന്മേഷത്തിനും ഭയങ്കര. ഓക്കെ, മാഷിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കമൻ്റ് ഉണ്ട്. ഹസ്ന ജഹാൻ ആലത്തിയൂർ, അസ്സാം വലൈക്കും. തിരൂർ സ്കൂളിൽ റഷീദ് മാഷിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട്. മാഷിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സ്കൂൾ കാലം ഓർമ്മ വരുന്നു എന്നാണ് നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു കമൻറ്റ്.
അതേപോലെ തന്നെ പിന്നെ മാഷ് നടത്തിയ ഒരു പ്രയോഗത്തെക്കുറിച്ച്, സമകാലികത്തിൽ കിണറ്റിലെ വെള്ളം കുടിച്ച് വിശപ്പടക്കിയ കാലഘട്ടം കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്ന് നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ സമകാലികത്തിൽ ഒരു ഓട്ടപ്രദർശനമാണ് നടത്തിയത്. മാഷിൻ്റെ കുട്ടിക്കാലം തൊട്ട് വിദ്യാഭ്യാസ കാലത്തിലൂടെ, പിന്നെ സേവനകാലത്തിലൂടെ, പിന്നെ ഒരു പ്രബോധകൻ എന്നുള്ള നിലക്ക്, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലക്കൊക്കെയുള്ള വിവിധ മേഖലയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമുക്കുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. വളരെ ചെറിയ ഒരു സമയമാണ്. പോരാ, മൂപ്പരോട് വർത്തമാനം പറഞ്ഞിട്ട് നമ്മളെവിടെ എത്തിയിട്ടില്ല. ഓക്കെ, ഏതായാലും മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും ഈ ഒരു വളരെ നേരത്തെ രാവിലെ ഓടിക്കതച്ച് ഇവിടെ എത്തി ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിനുള്ള പ്രത്യേക നന്ദി ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കണം. ബാറക്കല്ലാഹു ഫീക്കും.